എല്ലാവർക്കും നമസ്കാരം. പ്രിയപ്പെട്ടവരെ, മൊബൈൽ കെയറിന്റെ യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഒരു അടിപൊളി ഒരു കിടുക്കാച്ചി വീഡിയോയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഏതായിരിക്കുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമോ? പ്രിയപ്പെട്ടവരെ, ഇന്ന് ടീനേജിന്റെ ഹരമായി മാറിയിരിക്കുന്ന ബ്രാൻഡാണ്. അത് മറ്റൊന്നുമല്ല, നിങ്ങൾക്ക് തന്നെ അറിയാം. എല്ലാ ബ്രാൻഡിനേക്കാളും ഒരു പ്ലസ് പോയിന്റ് അതിനുണ്ട്. അത് മറ്റൊന്നുമല്ല, OnePlus. അതെ, OnePlusന്റെ ഒരു കിടിലൻ അൺബോക്സിംഗ് വീഡിയോ നമുക്ക് കാണാം. പ്രിയപ്പെട്ടവരെ, റീസെന്റ് ആയിട്ട് OnePlus മാർക്കറ്റിൽ അപ് ടു ഡേറ്റ് ആയിക്കൊണ്ടേയിരിക്കുകയാണ്. പ്രൈസിന്റെ കാര്യത്തിലാണെങ്കിലും ഫീച്ചേഴ്സിന്റെ കാര്യത്തിലാണെങ്കിലും എല്ലാം കൊണ്ടും OnePlus ഇപ്പൊ ഏറ്റവും പുതിയതായിട്ട് പുറത്തിറക്കിയിരിക്കുന്ന മോഡലാണ് OnePlus 8T. അതൊരു സീരിയസ് ആയിട്ട് വന്നിരിക്കുന്ന മോഡൽ OnePlus 8, OnePlus 8 Pro, അതിനുശേഷം OnePlus 8ഉം ഇതാ വന്നിരിക്കുന്നു. മെയിൻ ലൈൻ റീറ്റെയിലേഴ്സില് നമുക്ക് അൺബോക്സ് ചെയ്യാൻ കിട്ടിയിരിക്കുന്ന ഏറ്റവും സൂപ്പർ ഫോൺ എന്ന് തന്നെ പറയാൻ പറ്റും OnePlus 8T. പ്രിയപ്പെട്ടവരെ, OnePlus ഫോണുകൾ അൺബോക്സ് ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ എക്സൈറ്റഡ് ആണ്. അതായത് അത് വളരെ സൂപ്പറാണ്, വളരെ ക്യൂട്ടാണ്. എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ് ഒരു OnePlus ഫോൺ സ്വന്തമാക്കുക എന്നുള്ളത്. അപ്പൊ നമ്മൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ യൂട്യൂബ് ചാനലിനെ പറ്റി ഒരു ചെറിയ കാര്യം പറഞ്ഞു. നമ്മുടെ മൊബൈൽ കെയർ എന്ന് പറയുന്നത് ഒരു ഫേമാണ്. ആ യൂട്യൂബ് ചാനലിൽ ഏകദേശം 26 ആൾക്കാരാണ് ഈ ഒരു ചാനലിന് വേണ്ടി വർക്ക് ചെയ്യുന്നത്. നമ്മുടെ ഓരോ പ്രോഡക്ട്സുകളും അൺബോക്സ് ചെയ്യുന്നതും അതിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും പറയുന്നത് നമ്മുടെ ഇവിടുത്തെ വർക്ക് ചെയ്യുന്ന നമ്മളോട് തന്നെ കൂടെ നിൽക്കുന്ന സ്റ്റാഫുകളാണ്. അപ്പൊ നിങ്ങളുടെ ഓരോ സബ്സ്ക്രിപ്ഷനും നിങ്ങളുടെ ഓരോ പ്രോത്സാഹനവും ഞങ്ങൾക്ക് വളരെ വിലപ്പെട്ടതാണ്, വേണ്ടപ്പെട്ടതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യണം. ഓക്കെ, ഇതിനകത്ത് ഇരിപ്പുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട താരം. നമുക്ക് കാണാം അവനെ. നോക്കിയേ, ഒരു റെഡ് കളർ ബോക്സ്. OnePlusന്റെ ആ ഒരു ഐഡന്റിറ്റി തന്നെ OnePlus 8 സീരീസുകളിലെല്ലാം അവർ കൊണ്ടുവന്നിരിക്കുന്നത് ഈ ഒരു പാക്കിംഗ് ആണ്. റെഡ് കളർ പാക്കിംഗ്, OnePlus 8 ആൻഡ് OnePlus 8T, then OnePlus 8 Pro. ഇപ്പൊ നമുക്ക് അൺബോക്സ് ചെയ്യാൻ കിട്ടിയിരിക്കുന്ന OnePlus 8T എന്ന് പറയുന്ന മോഡലാണ്. അതിന്റെ 8GB 128GB റാം, 8GB റാമും 128GB റോമുമുള്ള മോഡലാണ് നമുക്ക് അൺബോക്സ് ചെയ്യാൻ വേണ്ടി കിട്ടിയിരിക്കുന്നത്. നമുക്ക് കിട്ടിയിരിക്കുന്ന കളറ് അക്വാ മറൈൻ ഗ്രീൻ എന്ന് പറയുന്ന കളറാണ്. അപ്പം വളരെ എക്സൈറ്റഡ് ആണ് ഇതിന്റെ കളറ്, ഇതിന്റെ ആ ഒരു ഫസ്റ്റ് ലുക്ക് എങ്ങനെയായിരിക്കും എന്ന് അറിയാൻ ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. നമുക്ക് അതിലേക്ക് പോവാം. അപ്പൊ നമുക്ക് അൺബോക്സിംഗിലേക്ക് കിടക്കാം. OnePlusന്റെ എല്ലാ ഫോണുകളുടെയും പ്രത്യേകതയാണ് ഇതുപോലെ ഒരു ലെങ്തി ബോക്സ്. OnePlus 8, 8 Pro, അതിനുശേഷമാണ് ഏറ്റവും പുതിയതായിട്ട് പുറത്തിറക്കിയ മോഡൽ 8T. നമുക്ക് ഇന്ന് അൺബോക്സ് ചെയ്യാൻ കിട്ടിയിരിക്കുന്ന വേർഷൻ 8GB 128GB. മറ്റു ഫോണുകളിൽ കാണുന്ന പോലെ ഇതിന്റെ സ്പെക്കുകളൊന്നും ഇതിനകത്ത് എഴുതിയിട്ടില്ല. അതാണ് OnePlusന്റെ വേറൊരു പ്രത്യേകതയായിട്ട് നമുക്ക് കാണാവുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് ഇതിൽ എഴുതിയിട്ടുണ്ട്. ഒരു മൊബൈൽ ഫോണ്, ഒരു പവർ അഡാപ്റ്റർ ഉണ്ട്, ഒരു ടൈപ്പ് സി കേബിള്, അതുപോലെ ഒരു യൂസർ ഗൈഡ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ ഇത് കളറ് അക്വാ മറൈൻ ഗ്രീൻ കാണാമല്ലോ. അക്വാ മറൈൻ ഗ്രീൻ ആണ് ഇതിന്റെ കളർ. അപ്പൊ നിങ്ങളെ പോലെ തന്നെ ഞാനും എക്സൈറ്റഡ് ആണ് ഇതിന്റെ ഒന്ന് ഫസ്റ്റ് ഇംപ്രഷൻ എങ്ങനെ ആയിരിക്കുമെന്ന് അറിയാൻ. നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. നല്ല ടൈറ്റാണ് പാക്കിങ്. നമുക്ക് കാണാം, ഓപ്പൺ ചെയ്ത് വരുമ്പോൾ തന്നെ ഇതിൻ്റെ അകത്തെ ബോക്സിൽ സൈഡിൽ OnePlus 8T എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ അവരുടെ നെവർ സെറ്റിൽ, അത് നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ്. നെവർ സെറ്റിലിന് അവർ എഴുതി വെച്ചിരിക്കുന്ന അവരുടെ മുദ്രാവാക്യമാണ്. ഒരു കാര്യങ്ങളോടും അവർ സെറ്റിൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഏറ്റവും കൂടുതലായിട്ടുള്ള ഫീച്ചേഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനി തന്നെയാണ് OnePlus. നമുക്ക് ആ ഫോണൊന്ന് എടുക്കാം. അക്വാ മറൈൻ ഗ്രീൻ എന്നാണ് കളർ എഴുതിയിരിക്കുന്നത്. പക്ഷെ അതിനകത്ത് ഒരു ഗ്രീനിഷ് ഷെയ്ഡ് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല, ഒരു ബ്ലൂയിഷ് ഷെയ്ഡാണ് തോന്നുന്നത്. അതുപോലെ തന്നെ
ഇതിന്റെ വെയിറ്റ് ആണ് പറയാൻ ഏറ്റവും പ്ലസ് പോയിന്റ് ആയിട്ട് തോന്നുന്നത്. 180 ഗ്രാമേ ഉള്ളൂ ഇതിന്റെ വെയിറ്റ്. ഇത് കയ്യിൽ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് വളരെ കംഫർട്ടാണ് ഫീൽ ചെയ്യുന്നത്. നമുക്ക് പിടിച്ചാൽ കയ്യിൽ ഒതുങ്ങും. അത് തന്നെയാണ് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ ഡിസൈനിലേക്ക് വരുമ്പോഴത്തേക്കും ഇതിന്റെ ബാക്ക് ഗ്ലാസ്, ഇതിന്റെ ബാക്ക് സൈഡ് ഗൊറില്ല ഗ്ലാസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. സ്ക്രാച്ച് വീഴത്തില്ല. അതാണ് ഇതിന്റെ വേറൊരു പ്ലസ് പോയിന്റ് ആയിട്ട് പറയാവുന്നത്. നമുക്ക് ക്യാമറ ഫീച്ചേഴ്സിനെ പറ്റി ഇത് ഓൺ ആക്കിയതിന് ശേഷം കൂടുതൽ ഫീച്ചേഴ്സിനെ പറ്റി നമുക്ക് പറയാം. ഫോൺ ഓണായി വന്നിട്ടുണ്ട്. ഇതിന്റെ മെയിനായിട്ടും നമുക്ക് തോന്നുന്നത് ഇതിന്റെ ഒരു ഡിസ്പ്ലേ ക്വാളിറ്റിയാണ്. അപ്പോൾ ഇതിന്റെ ഡിസ്പ്ലേ ഫ്ലൂയിഡ് അമോൾഡ് ഡിസ്പ്ലേ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. 120 ഹെർട്സ്, അതായത് ഇതിന്റെ ക്ലോക്ക് സ്പീഡാണ്. നമ്മൾ ഈ സെൻസിങ് അതിനനുസരിച്ചാണ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ പ്രസ് ചെയ്യുന്ന അതേ മൊമെന്റിൽ തന്നെ ഇത് ആക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ സ്ക്രീൻ സൈസ് 6.55 ഇഞ്ച് സ്ക്രീൻ സൈസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ കോണിംഗ് ഗോറില്ല ഗ്ലാസ് വേർഷൻ 5 ആണ്. അതുകൊണ്ട് ചെറിയ സ്ക്രാച്ചുകളോ കാര്യങ്ങളോ ഒന്നും ഈ ഡിസ്പ്ലേയിൽ വീഴത്തില്ല. അതുപോലെ തന്നെ വേറൊരു പ്രത്യേകത ഉള്ളത് ഇതിന്റെ ഫിംഗർ പ്രിന്റ്. അത് ഈ ഓൺബോർഡ് ഫിംഗർ പ്രിന്റ് ആണ്. ഇനി നമുക്ക് ഇതിന്റെ സോഫ്റ്റ്വെയർ വേർഷനിലേക്ക് നോക്കാം. OnePlusന് എനിക്ക് തോന്നുന്നത് OnePlusലെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ കൊണ്ടുവന്നിരിക്കുന്നത് ഈ ഫോണിൽ തന്നെയാണ്. അതായത് പാക്കിൽ തന്നെ ആൻഡ്രോയിഡ് വേർഷൻ 11 ആണ് ഇവർ ഇതിനകത്ത് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. അതുപോലെ തന്നെ OnePlusന്റെ തന്നെ കളർ OS ആയ ഓക്സിജൻ OS 11 അതും ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വളരെ നല്ല രീതിയിൽ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേയും കാര്യങ്ങളുമാണ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത്. ഇതിന്റെ ചിപ്സെറ്റ് യൂസ് ചെയ്തിരിക്കുന്നത് സ്നാപ്ഡ്രാഗൺ 865 ആണ്. അതുപോലെ തന്നെ GPU Adreno 650 ആണ്. നമുക്ക് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള പോർഷനിലേക്ക് കടക്കാം. ഇതിന്റെ ക്യാമറ സെക്ഷൻ ആണ്. 4 ക്യാമറ ക്വാഡ് ക്യാമറ ഫീച്ചറാണ് ഇത് OnePlus 8ൽ അവർ കൊണ്ടുവന്നിരിക്കുന്നത്. അത് മെയിൻ ക്യാമറ 48 മെഗാ പിക്സൽ, അതിന്റെ അപ്പേർച്ചർ 1.7 അപ്പേർച്ചർ ഉള്ള മെയിൻ ക്യാമറയാണ് യൂസ് ചെയ്തിരിക്കുന്നത് 48 മെഗാ പിക്സലിന്റെ. അതുപോലെ തന്നെ 16 മെഗാ പിക്സലിന്റെ ഒരു ക്യാമറ യൂസ് ചെയ്തിരിക്കുന്നു. അതിന്റെ അപ്പേർച്ചർ 2.2 അപ്പേർച്ചർ ആണ്. അതുപോലെ തന്നെ 5 മെഗാ പിക്സലിന്റെ ക്യാമറ മാക്രോ ക്യാമറ, അതുപോലെ 2 മെഗാ പിക്സലിന്റെ ഡെപ്ത് ക്യാമറയും യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് ഡ്യുവൽ LED ഫ്ലാഷ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ അടുത്ത ഫീച്ചേഴ്സ് വരുന്നത് നമ്മൾ എല്ലാവരും യൂസ് ചെയ്യുന്ന സെൽഫി ക്യാമറയാണ്. ഇതിന്റെ സെൽഫി ക്യാമറ 16 മെഗാ പിക്സൽ, അതായത് 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറ യൂസ് ചെയ്തിരിക്കുന്നു. നമുക്കിതിന്റെ ബാറ്ററി, അതായത് നമുക്ക് എല്ലാവരും ഒരു കൺസിഡർ ചെയ്യുന്നത് എത്ര ബാറ്ററി ബാക്കപ്പ് കിട്ടും എന്നുള്ളത് നമ്മൾ ഇതിന്റെ ഫോണുകളുടെ ഒരു കൺസിഡർ ചെയ്യുന്ന ഒരു മാറ്ററാണ്. അപ്പോൾ ഈ OnePlus 8ൽ ലിഥിയം പ്രോ 4500 mAh നോൺ റിമൂവബിൾ ബാറ്ററിയാണ് OnePlus കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ Type-C കേബിൾ യൂസ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഫാസ്റ്റ് ചാർജിങ് ആണ്. 65 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിങ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ വേറൊരു അഡ്വാൻറ്റേജ് 39 മിനിറ്റ് കൊണ്ട് ഇത് 100% ചാർജ് ആവുമെന്നാണ് OnePlus ഇത് പറഞ്ഞിരിക്കുന്നത്. അത് വളരെ നല്ലൊരു ഫീച്ചറാണ്. അതായത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഫുൾ 100% ചാർജ് ചെയ്യാൻ ഇതിനകത്ത് വരുന്ന 65 വാട്ട്സിന്റെ ചാർജർ കൊണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഈ ബോക്സിനകത്ത് എന്തൊക്കെയാണ് OnePlus തരുന്നതെന്ന് നോക്കാം. അത് ഓപ്പൺ ചെയ്യാൻ തന്നെ ഇവിടെ ഒരു ചെറിയൊരു ടിപ്പ് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതിനകത്ത് ഒരു ബാക്ക് പൗച്ച്, നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബാക്ക് പൗച്ച് ഇതിൻ്റെ കൂടെ തന്നെ OnePlus തരുന്നുണ്ട്. അത് നല്ല ക്വാളിറ്റി ഉള്ളതാണ്. അതുപോലെ തന്നെ ഒരു C ടൈപ്പ് കേബിള്, ഫാസ്റ്റ് ചാർജിങ് കേബിള് OnePlus ഇതിൻ്റെ കൂടെ തന്നെ ഈ ബോക്സിലുണ്ട്. പിന്നെ 65 വാട്ട്സിൻ്റെ ചാർജറാണ്. അത് ഇതിനകത്ത് തന്നെ സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഒരു വാറണ്ടി കാർഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു ബോക്സിനകത്താണ് വെച്ചിരിക്കുന്നത്. ഇതിനകത്തൊരു സിം എജക്റ്റിംഗ് പിന്നുണ്ട്. അത് ഇതിനകത്ത് തന്നെ ഉണ്ട്. അത് നമ്മൾ നോക്കുക. അതായത് ഇതുണ്ട്, ഇതിനകത്ത് തന്നെ സിം എജക്റ്റിംഗ് പിന്ന് വെച്ചിട്ടുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ള ഒരു സിം എജക്റ്റിംഗ് പിന്നാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ അൺബോക്സിംഗ് വീഡിയോ കണ്ടപ്പോഴത്തേക്കും നിങ്ങളൊരു OnePlusന്റെ ഫാനായില്ലേ? കാരണം
43,000 രൂപയ്ക്ക് ഒരു 5G ഫോൺ, അതുപോലെ ഇത്രയും ക്യൂട്ടായിട്ടുള്ള ഒരു മോഡൽ. ഈ മോഡൽ നമ്മുടെ മൊബൈൽ കെയറിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാം. ഞങ്ങൾ എത്രയും പെട്ടെന്ന് ഞങ്ങൾ ഇതിന് റിപ്ലൈ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഈ വീഡിയോ നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ.